Yay, we are live. Hi, everyone. Hello. Hi. Hi. Okay, so I'm Anis Manju, and today I am sitting with three amazing business associates. And here I have Chinju. Hi. Hi. And here I have Ginny. Hi. Hello, And hi. here I have Shinda. Hi, Hello. Shinda. Hi. So today we are planning to discuss about one of the interesting question that we always have that everybody നമ്മൾ എല്ലാവരും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരു ഈ ബിസിനസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു സെയിൽസി പേഴ്സൺ അല്ലെങ്കിൽ ഒരു ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഇത് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു ചോദ്യം എല്ലാവരും എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ആ ചോദ്യത്തിനുള്ള ആൻസറുമായിട്ടാണ് ഇന്ന് ഞങ്ങൾ വന്നേക്കുന്നത്. കാരണം ഞങ്ങൾ ഈ ബിസിനസ്സിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഉണ്ടായ അനുഭവങ്ങൾ ആണ് ഞങ്ങൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഫർദർ ഡ്യൂ ഞാൻ ആദ്യമേ തന്നെ ചിഞ്ചുവിനോട് ചോദിക്കാം. ചിഞ്ചുവിന്റെ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു ഈ ബിസിനസ്സിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ചിഞ്ചുവിന് ഉണ്ടായിട്ടുള്ള ആ ഒരു ഇൻട്രോവേർട്ടിന്ന് മാറിയത് എങ്ങനെയാണെന്നും സെയിൽസി അല്ലാത്ത ഒരാള് എങ്ങനെയാണ് സെയിൽസ് ചെയ്യാനൊക്കെ പറ്റുന്നതെന്ന് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാവോ? ഓക്കെ, അപ്പൊ ആദ്യം തന്നെ എനിക്ക് ഇങ്ങനെ ഒരു അവസരം തന്നതിന് ഒത്തിരി സന്തോഷം. എൻ്റെ പേര് ചിഞ്ചു. ഞാനിവിടെ കാനഡയിലാണ്. ഫാമിലി ആയിട്ട് ഹസ്ബൻഡ് 3 കുഞ്ഞുങ്ങളായിട്ട് ഇവിടെ സെറ്റിൽഡ് ആണ്. പിന്നെ എൻ്റെ പ്രൊഫഷൻ കസ്റ്റമർ സർവീസ് ആണ്. അത് എടുത്തു പറയാൻ കാരണം ഞാൻ ഈ ഒരു സെയിൽസോ അല്ലെങ്കിൽ മാർക്കറ്റിങ്ങോ ബിസിനസ് ആയിട്ടോ ഈവൻ സോഷ്യൽ മീഡിയ ആയിട്ടോ യാതൊരു എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരാളാണ്. നമ്മളുടെ ആ ഫീൽഡിൽ മാത്രം വർക്ക് ചെയ്ത് പോയിരുന്ന ഒരാളാണ്. പിന്നീട് ഹോം മേക്കർ ആണ്. ഇപ്പോൾ ഒരു ഡിജിറ്റൽ ബിസിനസ്സും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ക്വസ്റ്റ്യനിലേക്ക് വരുവാണെങ്കിൽ ഓഫ് കോഴ്സ് എല്ലാവർക്കും ഉള്ളൊരു എസ്പെഷ്യലി ഞങ്ങളെ പോലെയുള്ള അമ്മമാർക്ക് വളരെയധികം ഉള്ളൊരു ഡൗട്ടാണ്. ഒത്തിരി പറയുകയാണെങ്കിൽ എന്നെ പോലെ ഉള്ളവരാണെങ്കിൽ അങ്ങനെ ഒത്തിരി സോഷ്യലായിട്ട് ഒത്തിരി പുറമേക്ക് വരാൻ താല്പര്യപ്പെടാത്ത ആൾക്കാരുണ്ടാവും. അതേപോലെ സെയിൽസും മാർക്കറ്റിംഗ് ബിസിനസ്സായിട്ട് റിലേറ്റഡ് ആയിട്ടല്ലാത്ത ഒത്തിരി ആൾക്കാരുണ്ടാവും. അവർക്കൊക്കെ ഉള്ള ഒരു ജനറൽ ആയിട്ടുള്ള ഒരു ഡൗട്ടാണിത്. അപ്പോൾ എൻ്റെ സ്റ്റോറിയിൽ നിന്ന് തന്നെ റിലേറ്റ് ചെയ്ത് എനിക്ക് പറയാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ എനിക്ക് ഈ ഒരു സോഷ്യൽ മീഡിയയോ അല്ലെങ്കിൽ ഞാനൊരു ആംബിവേർട്ട് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരുന്നു. എൻ്റെ കംഫർട്ട് സോണിൽ ഞാൻ വളരെ എക്സ്ട്രോവേർട്ട് ആയിരിക്കും. പക്ഷെ എനിക്ക് പറ്റില്ല എന്ന് തോന്നുന്ന ഒരു ഇതിൽ ഞാൻ വളരെ ഇൻട്രോവേർട്ട് ആയിട്ട് നിൽക്കുന്ന ഒരു ടൈപ്പാണ്. എൻ്റെ കംഫർട്ട് സോണിൽ മാത്രമേ എനിക്ക് എൻ്റെ ഇഷ്ടങ്ങളും ഒക്കെ എക്സ്പ്രസ് ചെയ്യാൻ എനിക്ക് പറ്റുള്ളൂ. ഞാൻ ഈ ബിസിനസ്സിലേക്ക് വരുമ്പോൾ എനിക്കുണ്ടായിരുന്ന ഏറ്റവും വലിയ ചലഞ്ചും അത് തന്നെയായിരുന്നു. എനിക്കൊരു ഫേസ്ബുക്ക് അക്കൗണ്ട് ഉണ്ടായിരുന്നു. അത് ഞാൻ ആകെ യൂസ് ചെയ്തത് മാർക്കറ്റ് പ്ലേസ് നോക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൽ എൻ്റെ ഒരു പ്രൊഫൈൽ പിക്ചർ പോലും ഉണ്ടായിരുന്നില്ല. ഞാൻ ഇതിൽ വന്നതിന് ശേഷമാണ് ഞാൻ എൻ്റെ പ്രൊഫൈൽ പിക്ചർ ഇട്ടത്. അപ്പോൾ ഈ പ്രൊഫൈൽ പിക്ചർ ഇടുന്നതിന് മുന്നേ ഇതൊന്ന് ആക്റ്റീവ് ആക്കാൻ വേണ്ടി ഞാൻ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ റിക്വസ്റ്റ് അയച്ചപ്പം അതിലൊരാൾ എനിക്ക് നേരിട്ട് മെസ്സേജ് അയച്ചു, ചിഞ്ചു ഇങ്ങനൊരു ഇത് വന്നിട്ടുണ്ട്, ഇത് നീ തന്നെ അയച്ചതാണോന്ന്. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഞാൻ ഒട്ടും സോഷ്യൽ അല്ലാത്ത ഒരാളാണ്. ഫേസ്ബുക്കിൽ ഞാൻ അങ്ങനെ വരുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നു പോലുമില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്റ്റേജിൽ നിന്നിരുന്ന ഒരാളാണ്. ഇപ്പൊ എൻ്റെ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നിറയെ റീൽസും ലൈവ്സും ഒത്തിരി കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് ഈ ബിസിനസ്സിൽ വന്ന് ഇവിടെ നിന്ന് കിട്ടിയ ട്രെയിനിങ് കൊണ്ട് ഒറ്റ കാരണം കൊണ്ടാണ് എനിക്ക് അങ്ങനെ മാറാൻ സാധിച്ചത്. ട്രെയിനിങ് എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്യുന്ന ടെക്നിക്കൽ സൈഡ് മാത്രമല്ല, മൈൻഡ് സെറ്റും അങ്ങനെയുള്ള ഒത്തിരി ട്രെയിനിങ്ങൾ, പേഴ്സണൽ ഡെവലപ്മെന്റ്, അങ്ങനെയാണ് നമ്മളുടെ മൈൻഡ് ചേഞ്ച് ആയിട്ട് നമുക്ക് ഇതിൽ കൂടുതൽ ഓക്കെ ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്താൽ നമുക്ക് ഇതിലും കഴിവുകൾ ഉണ്ടെന്ന് തെളിയിക്കാൻ പറ്റിയതും പിന്നീട് എനിക്ക് അതിൽ എന്താ പറയാ കൂടുതൽ ഇൻട്രസ്റ്റ് ആയി എനിക്കും ഇത് ചെയ്യാൻ കഴിയും എന്ന് തിരിച്ചറിഞ്ഞ് ഞാൻ അത് കൂടുതൽ പഠിക്കാനും ഇപ്പോൾ ഓരോ ടൂൾസും ഫേസ്ബുക്ക് തന്നെയൊന്നും എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. പിന്നീട് ഫേസ്ബുക്ക് എടുത്തു, പിന്നെ ഇൻസ്റ്റാഗ്രാമും ഇപ്പൊ ടിക്ടോക്കും ഒക്കെ ഞാനിപ്പോൾ ചെയ്യാൻ എനിക്ക് സാധിക്കുന്നുണ്ട്. അതൊക്കെ ഇതിൽ നിന്ന് ട്രെയിൻ. അപ്പോൾ എനിക്ക് പറയാനുള്ള എന്താന്ന് വെച്ചാൽ, ഇങ്ങനെ വിചാരിച്ചിരിക്കുന്ന എല്ലാവരോടും ഇതൊരു ഇപ്പോൾ ഇൻട്രോവേർട്ടാണ്, ഫേസ് കാണിക്കാൻ മടിയുണ്ട്, അങ്ങനെയുള്ളവർക്ക് അങ്ങനെ ആ ഇതിൽ നിന്നുകൊണ്ട് തന്നെ ഫേസ്ലെസ് മാർക്കറ്റിംഗ് വരെ ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻ ഇതിലുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു വൺസ് ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ എല്ലാവരും ധൈര്യമായിട്ട് അവരുടെ ഫേസും കാണിച്ച് ലൈവ് ആയിക്കോട്ടെ റീൽസ് ആയിക്കോട്ടെ എല്ലാവരും വരുന്നുണ്ട്. തുടക്കത്തിൽ മാത്രമേ എനിക്ക് തോന്നുന്നു ആ ഫേസ് കാണിക്കാനുള്ള മടിയൊക്കെ ഉണ്ടാവുക. അത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും എല്ലാവരും ഇതിൽ
വളരെ ഇൻട്രസ്റ്റ് ആയിട്ട് വരുന്നതാണ്. എൻ്റെ ഈ കുറച്ച് നാളത്തെ എക്സ്പീരിയൻസ് കൊണ്ട് എനിക്ക് ഈ ബിസിനസ്സിൽ നിന്ന് മനസ്സിലായത്, ഒത്തിരി പേര് എന്നെ പോലെ തന്നെ ഒത്തിരി ഇപ്പൊ ക്യാമറ ഷൈ ആയിട്ടുള്ളവരും ഒത്തിരി പേരുണ്ടായിരുന്നു. അവരുടെയൊക്കെ സ്റ്റോറി ഞാൻ കേട്ടിട്ടുണ്ട്. അവര് തുടക്കത്തിൽ എങ്ങനെയായിരുന്നു, ഇപ്പൊ അവര് ഏത് ലെവലിൽ നിൽക്കുന്നു ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതാണ് എനിക്ക് ഷെയർ ചെയ്യാനുള്ളത്. അങ്ങനെ താല്പര്യപ്പെടുന്നവർക്ക് ഏത് തരത്തിലുള്ള ഓപ്ഷനും ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള പ്ലാറ്റ്ഫോമാണ്. അപ്പൊ ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു. Thank you so much, Chinju. So that's a very interesting story that you said. നല്ല സന്തോഷമുണ്ട് അത് കേൾക്കാനായിട്ട്. അതോടൊപ്പം എനിക്കൊരു ചോദ്യം അതിനകത്തോട് ചോദിക്കാനുണ്ട്. ഈ ചിഞ്ചു പറഞ്ഞല്ലോ ചിഞ്ചുവിന് സോഷ്യൽ മീഡിയ ഉപയോഗിക്കാൻ താല്പര്യമൊന്നും ഉണ്ടായില്ല, യൂസ് ചെയ്യാത്ത ആളാണ് എന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പൊ അത് കഴിഞ്ഞിട്ട് ചിഞ്ചു ഇപ്പൊ റീൽസും പോസ്റ്റും എല്ലാം ഇടുന്നുണ്ട്. ചിഞ്ചു അതിനകത്ത് എത്രത്തോളം ഹാപ്പി ആണെന്നും കൂടി പറയാമോ? അതെനിക്ക് പറഞ്ഞ എത്രത്തോളം എക്സ്പ്രസ് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. കാരണം ഒരു കാലത്ത് ഒട്ടും താല്പര്യം ഇല്ലായിരുന്ന സംഭവം അത്ര സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ചെയ്യുന്നത്. ഓരോ റീൽസ് ആണെങ്കിലും ലൈവ് ആണെങ്കിലും എടുത്തു കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ഒരു, അല്ലെങ്കിൽ അത് പിന്നീട് കാണുമ്പോൾ, എസ്പെഷ്യലി റീൽസ് ഒക്കെ നമ്മുടെ വീഡിയോസ് മുന്നൊക്കെ എൻ്റെ ശബ്ദം തന്നെ എനിക്ക് കേൾക്കുമ്പോൾ എന്തോ പോലെ തോന്നുമായിരുന്നു. പക്ഷെ ഇപ്പൊ നമ്മുടെ റീൽസ് എടുത്ത് കാണുമ്പോൾ നമ്മൾ അതിൽ പഠിച്ചത് നമ്മൾ അത് ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഒരു സന്തോഷം അതെനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത് എനിക്ക് ഇതിൽ നിന്ന് കിട്ടിയ എക്സ്പീരിയൻസാ. അപ്പൊ അത് ഇതിൽ വന്നാൽ തന്നെ അത് മനസ്സിലാവുള്ളൂ. അതിൽ പുറമേ നിൽക്കുന്നവർക്ക് അത് മനസ്സിലാവണമെന്നില്ല. Awesome. Yeah, that's a nice one. Yeah, that's what I want to hear. ഞാനും അത് കാണുന്നുണ്ട്. ചിഞ്ചുവിന്റെ പോസ്റ്റിൽ എല്ലാപ്പോഴും അത്രയും ആ സന്തോഷത്തോടു കൂടി അത് ചെയ്യുന്നത്. It's amazing, and keep going like that. We love it. Okay. Thank you so much. Now, I'll come back to Shinda. Shinda, can you just explain to me how was your experience coming to this business as a introvert person coming to this business? Thank you, Manchu. Thank you for giving a chance today. എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ചിഞ്ചു പറഞ്ഞാൽ തന്നെ ഓൾമോസ്റ്റ് സെയിം ആണ് എൻ്റെയും. എനിക്കൊരു ഫേസ്ബുക്ക് ഉണ്ടായിരുന്നു, ഓൾമോസ്റ്റ് 10 years മുമ്പ് ഞാൻ എടുത്തതാണ്. പക്ഷെ ഞാൻ ഫേസ്ബുക്ക് എന്തിനാ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, എവിടെയാണ് എൻ്റെ ഫ്രണ്ട്സ്, എവിടെയാണ് അവര്, ഇപ്പൊ എവിടെയാണ് അതറിയാൻ മാത്രം ഒന്ന് കയറി നോക്കും. പിന്നെ ഞാൻ പറയാം, ഇവൻ ഹസ്ബൻഡ് നോക്കിയാൽ പോലും ഞാൻ പറയും സമയം വെറുതെ കളയാനുള്ള, അങ്ങനെ ഹസ്ബൻഡ് നോക്കിയാൽ പോലും ഞാൻ പറയാറുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ ഇതിന്റെ പൊട്ടൻഷ്യൽ മനസ്സിലാക്കി കഴിഞ്ഞപ്പോ, ഈവൻ ഞാൻ ബിസിനസ് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ പോലും ഞാനൊരു പോസ്റ്റ് ഇടുവോ, സോഷ്യൽ മീഡിയ അത്ര ഇൻട്രോവേർട്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഇൻട്രോവേർട്ട്. എനിക്ക് ഫ്രണ്ട്സ് ഉണ്ട്, കുറച്ച് ക്ലോസ് ഫ്രണ്ട്സ് ഉണ്ട്. അല്ലാതെ ആരോടും ഞാൻ അങ്ങോട്ട് കയറി സംസാരിക്കുന്ന ഒരാളല്ല. അപ്പൊ ഒത്തിരി ക്ലോസ് ആയിട്ടുള്ളവരോട് മാത്രം സംസാരിക്കുന്നത്. അപ്പൊ പിന്നെ സോഷ്യൽ മീഡിയയില് അതൊരു പോസ്റ്റും ചെയ്യാനും താല്പര്യം, എന്റെ പ്രൊഫൈൽ പിക്ചർ പോലും അതിൽ ഇല്ലായിരുന്നു. അപ്പൊ ഞാന് ബിസിനസ്സിൽ വന്നു കഴിഞ്ഞപ്പോ എനിക്ക് സോഷ്യൽ മീഡിയയില് അതില് പോസ്റ്റ് ഇടാൻ തന്നെ താല്പര്യം കുറവുണ്ട്. ഞാൻ കുറെ നാൾ അതിൽ നിന്ന് മാറി നിന്നു. പിന്നെയാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ ഈ ബിസിനസിന്റെ പൊട്ടൻഷ്യൽ മനസ്സിലാക്കി കഴിഞ്ഞപ്പം അത് ഇടാതിരിക്കാന്, അപ്പൊ ഞാൻ എന്നെ തന്നെ മാറ്റാൻ ശ്രമിച്ചു. എന്നിലുണ്ടായ ചേഞ്ച് അത് നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ സപ്പോർട്ട് കൊണ്ട്, അതിൽ നമ്മുടെ ട്രെയിനിങ് സൈറ്റിലെ എല്ലാ ട്രെയിനിങ്ങും നമുക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് എന്നിൽ തന്നെ ചേഞ്ച് ഉണ്ടായി. ഞാൻ തന്നെ ഓരോന്ന് മാറ്റി എന്നിലുള്ള ചേഞ്ച് കൊണ്ട് ഞാൻ സോഷ്യൽ മീഡിയ പോസ്റ്റ് ചെയ്തു. ഇപ്പൊ ഞാൻ ഇങ്ങനെ ലൈവ് വരാൻ തന്നെ, അറ്റ്ലീസ്റ്റ് എൻ്റെ ഫോട്ടോ പിക്ചർ തന്നെ ഫേസ്ബുക്കിൽ ഇടാൻ താല്പര്യമില്ലാത്ത ആള് ഇപ്പൊ ലൈവും, ഇടയ്ക്ക് ലൈവ് പോകുന്നു, വീഡിയോസ് ഇടുന്നു. അതൊക്കെ വലിയൊരു മാറ്റമാണ് എന്നെ സംഭവിച്ചത്. അതെന്ന് പറഞ്ഞാൽ ഈ ബിസിനസ് പ്ലാറ്റ്ഫോം കൊണ്ട് മാത്രമാണ്. പിന്നെ അതാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു സോ മച്ച് ഷിൻഡ. ഞങ്ങൾക്കത് ഷിൻഡ പറയുമ്പോൾ തന്നെ അറിയാം ഷിൻഡ എത്രത്തോളം ഇൻട്രോവേർട്ട് ആയിരുന്ന ആളാണെന്നും അതിൽ നിന്ന് ഇത്രയും ഓവർകം ചെയ്തിട്ട് വരുന്നത് ഞങ്ങൾക്കത് കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പിന്നെ ഞാൻ കാണുന്നുണ്ട് ഷിൻഡ പോസ്റ്റ് ഇടുന്നതും സോഷ്യൽ മീഡിയയിലൊക്കെ പോസ്റ്റ് ഇടുന്ന നല്ല അമേസിംഗ് ആയിട്ടുള്ള പോസ്റ്റിംഗ് ഒക്കെ ഇടുന്ന ആളായിട്ട് മാറിയേക്കാണ്, ഒട്ടും താല്പര്യമില്ലാതെ. പിന്നെ അതോടെ ഷിൻഡയോട് വേറെ കാര്യം കൊണ്ട് എനിക്ക് ചോദിക്കാനുള്ളത്, ഈ ബിസിനസ്സിലേക്ക് വന്നപ്പോ പേടി ഉണ്ടായിരുന്നോ? സെയിൽസ് ഒക്കെ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളൊരു പേടി ഷിൻഡയ്ക്ക് തോന്നിയിട്ടുണ്ടോ? എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ അതെന്റെ കോച്ചിനോട്, എന്റെ മെന്ററോടും ഒക്കെ പല പ്രാവശ്യം ചോദിച്ചിട്ടുമുണ്ട്. പക്ഷെ അതില് ഓരോരുത്തർ ചെയ്യുന്ന, ഇപ്പൊ ഈവൻ ഏജ് ഒരു മാറ്റർ അല്ല, ഏത് പ്രൊഫഷൻ ഒരു മാറ്റർ അല്ല. എല്ലാരും
അത് അമേസിംഗ് ആയിട്ട് ഇത് ചെയ്യുന്നത് കണ്ടപ്പം എനിക്ക് എൻ്റെ ആ പേടി ഓവർകം ചെയ്യാൻ പറ്റി. ഓഫ് കോഴ്സ്, അത്രേ ഉള്ളൂ. നമ്മള് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബിസിനസ്സിലേക്ക് പ്രായം പ്രശ്നമല്ല, പിന്നെ ലാംഗ്വേജ് പ്രശ്നമല്ല. നമ്മൾ വില്ലിങ് ആയാൽ മാത്രം മതി നമുക്ക് ഈ ബിസിനസ് ചെയ്യാനായിട്ട്. നമുക്കൊരു ഗ്രോത്ത് വേണം, നമുക്കൊരു ചേഞ്ചസ് വേണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ, നമ്മുടെ ഡ്രീം ഫുൾഫിൽ ചെയ്യാൻ വേണ്ടി ദിസ് ഇസ് ദ ബെസ്റ്റ് ഓപ്ഷൻ. ഓക്കെ, സോ നൗ കം ബാക്ക് ടു ജിനി. So Ginny, can you just explain to me your experiences, like how was your are you an introvert person, or are you a salesy person? So tell me more. Yeah. Thanks, Manju. Thanks for having me today. I'm so excited. As you all know, I'm super excited. And thanks for waiting for me till this late. Okay. എന്നെ കുറിച്ച് പറയുവാണെങ്കിൽ ഇതൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് അങ്ങോട്ടൊരു ചോദ്യം ചോദിക്കാനുണ്ട്. ഈ ലോകത്തിൽ ആരെങ്കിലും ഇൻട്രോവേർട്ട് അല്ലാത്ത ആരെങ്കിലും നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടോ? എനിക്ക് തോന്നുന്നു നമ്മളെല്ലാവരും നമുക്ക് എല്ലാവർക്കും ഒരു ബ്ലെൻഡ് ഓഫ് ഇൻട്രോവേർട്ടും എക്സ്ട്രോവേർട്ടും ആയിട്ടുള്ള ഒരു സംഭവമുണ്ട്. പിന്നെ നോക്കിക്കഴിഞ്ഞാൽ സക്സസ് ഇൻ ദി ഓൺലൈൻ ബിസിനസ് ഇറ്റ്സ് നോട്ട് ജസ്റ്റ് റിസർവ്ഡ് ഫോർ people who are outgoing, people who know everything about the sales, people who have lot of technical skills. അങ്ങനെ ഒന്നുമല്ല എന്ന് ഞാൻ ഈ പ്ലാറ്റ്ഫോമിലോട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ആദ്യം പഠിച്ചത് അതാണ്. എന്നെ കുറിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം സിന്റെയും ചിഞ്ചുവും പറഞ്ഞ പോലെ എനിക്ക് ഫേസ്ബുക്ക് എന്ന് പറഞ്ഞ ഒരു സംഭവമേ ഇല്ലായിരുന്നു ബിഫോർ ഐ കം ടു ദിസ് പ്ലാറ്റ്ഫോം. ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് വന്നതിൽ പിന്നെയാണ് ഞാനൊരു ഫേസ്ബുക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ട് പോസ്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങിയത്. ഐ എം നോട്ട് അറ്റ് ഓൾ സോഷ്യൽ മീഡിയ പേഴ്സൺ. ഐ വാസ് നോട്ട് അറ്റ് ഓൾ. ഇത് തുടങ്ങി കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഇതിനകത്ത് വന്നത്. പിന്നെ ഇപ്പം സിന്റെയും ചിഞ്ചുവും പറഞ്ഞത് ബ്ലെൻഡ് ചെയ്ത് പറയുവാണെങ്കിൽ ഞാന് ഇതിനെക്കുറിച്ച് പഠിച്ചത് ഒന്നും അറിയാത്ത ഒരു 0 ലെവലിൽ നിന്നാണ് ഞാൻ വന്നത്. എനിക്ക് മാർക്കറ്റിങ്ങിനെ കുറിച്ചോ അല്ലാതെ പീപ്പിളിന്റെ ഹൗ ടു അപ്പിയർ ഇൻ ഫ്രണ്ട് ഓഫ് ദ പീപ്പിൾ ഇങ്ങനെയൊന്നും നമുക്ക് അറിയത്തില്ല. ഓക്കെ, പ്രൊഫഷണലി വി ഡു സോ മെനി തിങ്സ്. പക്ഷെ ഇങ്ങനത്തെ സംഭവങ്ങള് ഒരിക്കലും ഞാൻ പഠിച്ചിട്ടില്ല, ഞാൻ ചെയ്തിട്ടില്ല. ഇതെല്ലാം എന്നെ പഠിപ്പിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൺസിസ്റ്റൻസി. ഒരു മൂന്ന് കാര്യങ്ങളാണ് എന്നെ കൂടുതലും ഇതിനകത്തോട്ട് അട്രാക്ട് ചെയ്തത്. എനിക്ക് ഇത് ഒന്നും അറിയില്ലെങ്കിലും. ചിഞ്ചു പറഞ്ഞ പോലെ നമ്മുടെ സർക്കിളിൽ നമ്മൾ ഭയങ്കര ഔട്ട് ഗോയിങ് ആണ്, നമുക്ക് എന്ത് വേണേലും ചെയ്യാം. അതല്ലാതെ ഒരു വലിയ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിരുന്ന് നമുക്ക് എന്തുമാത്രം ഔട്ട് ഗോയിങ് ആയിട്ട് ചെയ്യാൻ പറ്റും എന്നൊന്നും എനിക്ക് എന്നെ തന്നെ ഒരു വിശ്വാസവും ഇല്ലായിരുന്നു. പക്ഷെ വെൻ ഐ പുട്ട് മൈ ഹോൾ ഹാർട്ട് ഇൻ ടു ദിസ് ഐ ഫെൽറ്റ് ഡിഫറൻസ്. അതിന്റെ ഒരു കാരണം കൺസിസ്റ്റൻസി ആണ്. അത് more than my personality type, I try to be consistent. I try to show up. That changed me a lot. I never worried about, I am not a person who know so much about sales, and I'm a person who is not outgoing so much. But the consistency kept me to go on. പിന്നെ രണ്ടാമത് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ I was willing to learn. അപ്പം ആ വില്ലിങ്നെസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഞാനൊരു കുറച്ച് നാള് നിങ്ങളേലൊക്കെ മുമ്പ് തുടങ്ങിയ ഒരു വ്യക്തിയാണ്. അന്നൊന്നും ഓരോ ചെറിയ ചെറിയ എക്സ്ക്യൂസസും കൊണ്ട് ഞാനിങ്ങനെ എന്നെ തന്നെ ഒരു ബാക്ക് ബെഞ്ചറായിട്ട് ഇരുത്തിയിരിക്കുകയായിരുന്നു ഒരു പരിധി വരെ. ഇപ്പോഴാണ് ഞാൻ കുറച്ചും കൂടെ ആക്റ്റീവ് ആയത്. what I found was I was more willing to learn in order to beat all the other skills that I had. അപ്പൊ ഞാൻ അതിലൊരു പുതിയ സ്കിൽസ് പഠിക്കാനായിട്ട് ഇങ്ങനെ വില്ലിങ് ആയപ്പം ഇറ്റ് ബിക്കെയിം മോർ ഇൻട്രസ്റ്റിംഗ്. അങ്ങനെയാണ് എനിക്ക് അറിയാൻ പാടില്ല എന്ന് പറഞ്ഞിരിക്കാതെ ഒരു സ്റ്റെപ്പ് ഫോർവേഡ് ആയിട്ട് എടുക്കാനായിട്ട് ശ്രമിച്ചത്. അത് രണ്ടാമത്തെ റീസൺ. മൂന്നാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ I made lot of genuine connections. As I have told you before, I'm not a person who gets friendly with everybody, but if I'm friendly with my friendliness is so genuine. അപ്പം
ആ ഒരു ജെനുവിൻ കണക്ഷൻസ് ഞാൻ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പം എനിക്ക് മനസ്സിലായി ഇത് എന്റെ ഇംപെർഫെക്ഷൻസ് ഒന്നും അല്ല എന്നാണ്. കാരണം നമുക്ക് ഒത്തിരി ആ ഒരു കണക്ഷൻസിൽ നിന്ന് നമുക്ക് പഠിക്കാനുണ്ട്. നമ്മൾ എന്താ പറയാ, നമുക്കുള്ള സ്കിൽസിൽ അതിനെ മോഡിഫൈ ചെയ്യും നമ്മൾ. കാരണം നമ്മൾ ഒത്തിരി പേരെ കാണുന്നുണ്ട് നമ്മുടെ ഗ്ലോബൽ കമ്മ്യൂണിറ്റിയിൽ തന്നെ. നമുക്കറിയാം നമ്മളെല്ലാവരും ഭയങ്കര ഓർഡിനറി പീപ്പിൾ ആണ്, വെരി റോ ഓർഡിനറി പീപ്പിൾ. പച്ച മലയാളത്തിൽ പറഞ്ഞ പച്ച മനുഷ്യരാണ്. നമുക്ക് എല്ലാവർക്കും നമ്മുടേതായ ഡ്രോബാക്സ് ഉണ്ട്. നമുക്കറിയില്ല, നമ്മളെല്ലാവരും എന്താണോ പഠിച്ചിരിക്കുന്ന ആ ഒരു ഫീൽഡിൽ നമ്മൾ ഔട്ട്ഷൈൻ ചെയ്യും. പക്ഷെ നമുക്ക് എന്തെങ്കിലും ഒരു എക്സ്ട്രാ സ്കില്ല് പഠിക്കണമെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും എക്സ്ട്രാ ചെയ്യണമെങ്കിൽ നമ്മളെല്ലാവരും ഒത്തിരി സമയം എടുത്ത് ചെയ്യേണ്ട വരുന്ന ഒരാൾക്കാരാണ്. പക്ഷെ നമ്മൾ കണക്ഷൻസിൽ കൂടെ ഞാൻ പഠിച്ചിട്ടുണ്ട് കാര്യങ്ങള് ഓർഡിനറി ആയിട്ടുള്ള ഒത്തിരി പേർക്ക് ഇത് ചെയ്യാമെങ്കിൽ നമ്മളും ഞാനും ഒരു ഓർഡിനറി പേഴ്സൺ ആണ്, ലൈക്ക് എനി വൺ ഓഫ് യു. അപ്പൊ അതുപോലെ എനിക്കും ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ആത്മവിശ്വാസം എനിക്ക് നിങ്ങൾ എല്ലാവരെയും കണ്ടപ്പം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അത് ഭയങ്കര എന്റെ ഒരു പ്ലസ് പോയിന്റും ഒരു സ്ട്രെങ്ത്തും ആയിട്ട് ഈ ബിസിനസ്സിൽ ഞാൻ കാണുന്നത്. നോ മാറ്റർ ഇഫ് ഐ ഡോണ്ട് നോ ഹൗ, എന്താ പറയാ, സെയിൽസിനെ കുറിച്ച് എനിക്കൊന്നും അറിയത്തില്ല, എന്താ പറയാ, സോഷ്യൽ മീഡിയനെ കുറിച്ച് എനിക്കൊന്നും അറിയത്തില്ല. പക്ഷെ എന്താ പറയാ, നമ്മൾ ഒഴുക്കിനൊത്ത് നീങ്ങില്ലേ, ആ പോകുന്ന പോലെ നമ്മൾ ഇങ്ങനെ മിനുസപ്പെട്ട് നമ്മളിങ്ങനെ ഞാനിങ്ങനെ ഷേപ്പ് ചെയ്ത് കിട്ടുന്ന പോലെ എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. സോ ഐ കീപ് ട്രൈങ് ടു ഷോ അപ്പ്. അപ്പൊ ഞാൻ വിചാരിക്കുന്നത് എന്നെ പോലെ ഐ ഡൗട്ടഡ് മൈസെൽഫ് വൺസ്. എനിക്കിത് ചെയ്യാൻ പറ്റും, ഈ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് എടുത്തു കഴിഞ്ഞിട്ട് ഐ ഹാഡ് ലോട്ട് ഓഫ് ഡൗട്ട്സ് അബൌട്ട് മീ. ഐ തോട്ട് ദാറ്റ് ഐ വിൽ നോട്ട് ബി ഏബിൾ ടു ഡു. കാരണം I know my weakness in connecting with people. I know my weakness in technology. I know how things work in the market. അപ്പം അതിനൊന്നും ഒരു കേപ്പബിലിറ്റി ഇല്ലാത്തൊരു വ്യക്തിയായിട്ടാണ് ഞാൻ എന്നെ കുറിച്ച് കരുതിയിരുന്നത്. പക്ഷേ എന്റെ കണക്ഷൻസ്, എന്റെ വില്ലിങ്നെസ്, മൈ കൺസിസ്റ്റൻസി ഇൻ ഷോയിങ് അപ്പ്, ഓൾ ദീസ് ഹെൽപ്ഡ് മീ to know more about this business and give more time into this business. കാരണം ഇതെന്നെ ഒത്തിരി എല്ലാ രീതിയിലും സഹായിക്കുന്നത് കൊണ്ട് ഐ എം സോ ഹാപ്പി അബൌട്ട് ഇറ്റ്. I'm not sad about that, saying that oh I'm not an outgoing person and I don't know about sales. ഞാനിപ്പോ അങ്ങനെ ചിന്തിക്കാറേ ഇല്ല. ഐ ട്രൈ ടു ഗിവ് മൈസെൽഫ്. കാരണം നമ്മൾ നോക്കുമ്പം എല്ലാവരും ഒത്തിരി ജീവിതത്തിലായി ഒത്തിരി ആൾക്കാർ എല്ലാവരും ചെറിയ ചെറിയ സ്റ്റെപ്പിൽ നിന്ന് അവര് സ്ലോ ആയിട്ട് ചെയ്താണ്. ഞാനിപ്പം വിചാരിക്കുന്നത്, ഇപ്പം മാനി ചോദിച്ചതുകൊണ്ട് ഞാൻ വിചാരിക്കുകയാണ്, എവറി ഇൻട്രോവേർട്ട് പീപ്പിൾ ദേ സ്റ്റാർട്ട് സ്ലോലി സ്റ്റെഡിലി. പിന്നെ അവരെന്താ പറയാ, ഒരു അൺഡെഫിനിറ്റ് ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ സ്ലോലി ചെയ്യും. ദാറ്റ് ഈസ് സക്സസ് ആക്ച്വലി. എല്ലാം പെട്ടെന്ന് ചെയ്തിട്ട് സക്സസ് ആവുന്നത് അത് ചില്ലുകൊട്ടാരം പോലെയായിരിക്കും. അത് നാളെ ചിലപ്പോൾ തകർന്നു വീഴാം. പക്ഷെ നമ്മളെപ്പോലെ ഓർഡിനറി ആയിട്ട് ഇൻട്രോവേർട്ട് ആയിട്ട് പതിയെ ഓരോ ചെറിയ സ്റ്റെപ്പ് എടുത്ത് മുന്നോട്ട് പോകുന്നതിലൂടെ നമുക്ക് കിട്ടുന്ന സക്സസ് അത് ഭയങ്കര ബെനിഫിറ്റ് ആയിരിക്കും എന്ന് നമ്മളിലൂടെ എല്ലാവരും നമ്മുടെ ഗ്ലോബൽ പ്ലാറ്റ്ഫോമിലൂടെ തന്നെ ഒത്തിരി പേര് തെളിയിച്ചിട്ടുണ്ട്. വി ആർ ഓൾസോ സ്റ്റെപ്പിംഗ് ടു ദാറ്റ്. ടച്ച് വുഡ് നമുക്കും അങ്ങനത്തെ ഒരു ലൈഫിൽ നല്ലൊരു എക്സ്പീരിയൻസ് വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. Touch wood, it will all go well. And thank you. That's my experience. And I'm happy that I'm not sitting back saying that I don't have any of these experience and I'm this kind of person. കാരണം ഞാൻ അങ്ങനെ വിചാരിച്ചുകൊണ്ടിരുന്ന കഴിഞ്ഞാൽ നമുക്കുള്ള സ്കില്ല് മാത്രം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. നമുക്കൊന്നും നമ്മുടെ പുതിയ സ്കിൽസിനെ വളർത്താനായിട്ട് അത് സാധിക്കുന്നില്ല. സോ ഐ എം ട്രൈങ് മൈ ലെവൽ ബെസ്റ്റ് ടു unbind my skills with the new skills. So I hope all of us will succeed in that. Thank you, Manju. Thank you. That's all about what I have to say for this. താങ്ക് യു സോ മച്ച് ജിനി. സോ ജിനി എക്സ്പ്ലെയിൻ ചെയ്തത് വളരെ നല്ല കാര്യമാണ്. എല്ലാവരും ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ആൾക്കാർ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറെ അധികം ആൾക്കാർ ഇൻട്രോവേർട്ട്, വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഇൻട്രോവേർട്ട് അല്ലാത്തേ ഉള്ളൂ. ഞാനും ഈ പറഞ്ഞ മാതിരി തന്നെ എനിക്കും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഞാനും സെയിൽസ് ചെയ്യാൻ പറ്റുന്ന ആളായിരുന്നില്ല. ഞാൻ സോഷ്യൽ മീഡിയ എനിക്ക്
ഞാൻ വളരെ കുറച്ച് യൂസ് ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. ഫാമിലി ഫ്രണ്ട്സ് ഒക്കെ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ മാത്രമേ ഫേസ്ബുക്കിലൊക്കെ ഞാൻ ചെയ്തിരുന്നുള്ളൂ. പക്ഷെ ഈ ബിസിനസ്സിലേക്ക് വന്നു കഴിഞ്ഞപ്പോ ഇതിന്റെ പൊട്ടൻഷ്യൽ മനസ്സിലാക്കി കഴിഞ്ഞപ്പോ ദിസ് ഈസ് സംതിങ് that I need to do and that's make me grow and fulfill my dream. So അങ്ങനെ ഒരു മനസ്സിലാക്കിയതുകൊണ്ടാണ് ഞാനും ഈ ബിസിനസ്സിലേക്ക് വന്നത്. ഓക്കെ, അപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ആരോട് ചോദിച്ചാലും എല്ലാവരും ഒരു ഇൻട്രോവേർട്ട് ആണ്. ചിലവർക്ക് വന്നിട്ട് പറയാം അയ്യോ ബിസിനസ് കണ്ടു കഴിയുമ്പോൾ എല്ലാവർക്കും ഇൻട്രസ്റ്റ് ആണ്. പക്ഷെ അത് കഴിഞ്ഞിട്ട് അവർ പറയും നോ, ഐ എം നോട്ട് എ സെയിൽസി പേഴ്സൺ, ഐ എം ഇൻട്രോവേർട്ട്, ഐ കനോട്ട് ഡു ദിസ്. സോ അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, ഇപ്പൊ ഞങ്ങൾ 4 പേര് എക്സ്പ്ലെയിൻ ചെയ്തതിലും ഞങ്ങൾ എല്ലാവരും നിങ്ങൾ പറയുന്ന ടൈപ്പിലുള്ള ആൾക്കാരായിരുന്നു. സോ ഞങ്ങൾക്ക് ചേഞ്ചസ് വരുത്തിയത് ഈ ബിസിനസ്സിൽ വന്നു കഴിഞ്ഞപ്പോ ഇതിനകത്ത് കണ്ടിട്ടുള്ള ഡിഫറൻസ് കണ്ടതിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങള് മാറിയതും ഞങ്ങൾക്ക് അതിൽ നിന്ന് ഗ്രോത്ത് ഉണ്ടായതും ഞങ്ങൾ ഇപ്പോഴും ഈ ബിസിനസ്സിൽ സക്സസ്ഫുള്ളി റൺ ചെയ്യുന്നത് അതുകൊണ്ടാണ്. സോ നിങ്ങൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ മാറിയിരിക്കാതെ എന്താണെന്ന് നിങ്ങൾക്ക് ഒരു ചേഞ്ച് വേണം, പുതിയ കാര്യങ്ങൾ പഠിക്കാൻ റെഡിയാണ്, നിങ്ങൾക്ക് ഡ്രീം ഫുൾഫിൽ ചെയ്യണമെന്നൊക്കെ തോന്നിക്കഴിഞ്ഞാൽ യെസ്, ചെക്ക് ഇറ്റ് ഔട്ട് ആൻഡ് ദെൻ DM us. നിങ്ങൾക്ക് എല്ലാവർക്കും കാണാം ഞങ്ങളുടെ എല്ലാവരുടെയും വെബ്സൈറ്റ്. ഞങ്ങൾക്ക് എല്ലാവർക്കും സെപ്പറേറ്റ് വെബ്സൈറ്റ് ഉണ്ട്. ഞങ്ങൾ എല്ലാവരും സെപ്പറേറ്റ് ബിസിനസ് ഓണേഴ്സ് ആണ്. ഞങ്ങളുടെ വെബ്സൈറ്റിൽ സൈൻ ഇൻ ചെയ്യുക, എന്നിട്ട് നെയിം ആൻഡ് ഇമെയിൽ വഴി രജിസ്റ്റർ ചെയ്യുക. അത് കഴിയുമ്പോൾ ഞങ്ങൾ ഫ്രീ ആയിട്ടുള്ള ഒരു വെബിനാർ ആണ് അയച്ചു തരുന്നത്. അത് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആണെങ്കിൽ ഞങ്ങളുടെ അടുത്ത് ബാക്കി പിന്നെ ഡീറ്റെയിൽ ചോദിക്കാൻ ഞങ്ങൾ കൂടെ ഉണ്ടാവും. എല്ലാ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്തു തരും. ഞങ്ങൾക്ക് എങ്ങനെ ഗ്രോത്ത് ഉണ്ടായി, ഞങ്ങൾ എത്രത്തോളം ചേഞ്ചസ് വരുത്തി എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞത് നിങ്ങൾക്കും അത് ഈ ബിസിനസ്സിൽ വന്നു കഴിയുമ്പോ അനുഭവത്തിൽ വരും. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. Go ahead, Ginny. അപ്പൊ ഞങ്ങൾ വാച്ച് ചെയ്യുന്ന ആര് തന്നെയായാലും വി ആർ ഓൾ ഓർഡിനറി പീപ്പിൾ വിത്ത് ബിഗിനിങ്. ലൈക്ക് ഞങ്ങൾ എല്ലാവരും ഓർഡിനറി ബിഗിനിങ്സിലുള്ള ആൾക്കാരാണ്, ബിൽഡിങ് എക്സ്ട്രാ ഓർഡിനറി ഫ്യൂച്ചേഴ്സ്. അപ്പൊ നിങ്ങൾക്കും ഇങ്ങനെ ചെയ്യാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ വി ആർ സോ ജെനുവിൻ. ഞങ്ങളെ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാം. സോ യു ക്യാൻ സ്റ്റെപ്പ് അപ്പ് ജസ്റ്റ് ലൈക്ക് വി ടുക്ക് ദ സ്റ്റെപ്പ്. It's worth taking a small step. That's what I want to say. So thank you. Thanks for listening. Just believe the ordinary people who is doing lot of ordinary things with a great mentality and positive mindset. ജിനി, സോ നമുക്കൊരു ഗട്ട് ഫീലിംഗ് ഉണ്ടാവില്ലേ, നമുക്ക് എന്തെങ്കിലും കാണുമ്പോ ഇത് നല്ലതായിരിക്കും എന്നോട് തോന്നൽ വരുമല്ലോ, നമ്മുടെ ഉള്ളിൽ നിന്ന് വരുമ്പോ ജസ്റ്റ് ചെക്ക് ഇറ്റ് ഔട്ട്. അത് നിങ്ങൾക്ക് ഞങ്ങളുടെ സംസാരം, ഞങ്ങൾ എല്ലാവരും ഓർഡിനറി ആയിട്ടുള്ള ആൾക്കാരാണ് വന്നിരുന്ന് ഇവിടെ ഇരുന്ന് കാര്യങ്ങൾ പറയുന്നത്. ഞങ്ങളുടെ ലൈഫിൽ വന്ന ചേഞ്ചസ് ഈ ബിസിനസ്സിൽ വന്നപ്പോൾ ഞങ്ങൾ എങ്ങനെയൊക്കെയാണ്. സോ ഇഫ് യു ഗൈസ് തിങ്ക് യു ഗൈസ് നീഡ് എ ചേഞ്ച്, ചെക്ക് ഇറ്റ് ഔട്ട്. That's only I want to say. And have a good night or good morning or good evening for everyone. And also, if you guys are watching the replay, just say where you are watching us from. So we want to hear which place you are watching. So that's it for today. And bye-bye, everyone. Bye-bye. Bye-bye.